ഓർമ്മകൾക്ക് മരണമില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് നല്ല ഓർമ്മകൾക്ക്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ അപ്പച്ചിയെപ്പറ്റിയുള്ള ഓർമ്മകൾ ഇന്നും ഞങ്ങൾ കുന്നൂപ്പറമ്പിൽ ആൺവീട്ടിലെ എല്ലാ പുരുഷ പ്രജകൾക്കും ഏക പെൺതരിയും അപ്പച്ചിയുടെ പ്രിയപ്പെട്ട മകളുമായ കുട്ടിച്ചേച്ചിക്കൊക്കെ കണ്ണുനീരിൽ കുതിർന്ന ഒരു അനുഭൂതിയാകുന്നത്. അപ്പച്ചി ആരാണെന്നും ഞങ്ങളുടെ എല്ലാമായിരുന്ന മുത്തശ്ശൻ, അതിനേക്കാളുപരി നാട്ടിലെ പേരെടുത്തൊരു ആയുർവേദ വൈദ്യൻ. നാട്ടുകാരൊക്കെ അപ്പച്ചിക്ക് പൊക്കം കുറവായതുകൊണ്ട് മുണ്ടൻ വൈദ്യനെന്നും നടപ്പിന് നല്ല വേഗതയായിരുന്നുകൊണ്ട് മോട്ടോർ കുഞ്ഞിലൂക്ക എന്നുമൊക്കെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു. അപ്പച്ചിക്ക് ഒരു കാര്യം മാത്രമേ അറിയാമായിരുന്നുള്ളൂ: എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം. അതുമല്ലെങ്കിൽ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുക. തൻ്റെ സ്വസിദ്ധമായ പാരമ്പര്യ ആയുർവേദ ചികിത്സയും ഈ സ്നേഹ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പച്ചി എന്നും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പാവങ്ങളായിട്ടുള്ള രോഗികൾക്ക് ഗുളികച്ചെല്ലം തുറന്ന് പല നിറത്തിലും പല വലിപ്പത്തിലുള്ള ഗുളികകൾ സൗജന്യമായി നൽകുന്നതിൽ മാഞ്ഞൂർക്കാരുടെ മുണ്ടൻ വൈദ്യൻ യാതൊരുവിധ പിശുക്കളും കാണിച്ചിരുന്നില്ല. പക്ഷെ ഇതിനിടയ്ക്ക് തൻ്റെ ഏക സന്താനവും എല്ലാമായ കുട്ടന് അവൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം നേരിട്ടത് ആ വലിയ മനുഷ്യനെ വലുതായി തന്നെ പിടിച്ചുലച്ചു. അതിൻ്റെ ആഘാതത്തിൽ കുട്ടന് തൻ്റെ പെറ്റമ്മയെയും അപ്പച്ചിക്ക് തൻ്റെ സഹധർമ്മിണിയും നഷ്ടപ്പെട്ടു. എങ്കിലും നൊമ്പരങ്ങളും മുറിവുകളും മുറിപ്പാടുകളുമൊക്കെ തൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ എവിടെയൊക്കെ ഒളിപ്പിച്ച് മോട്ടോർ കുഞ്ഞിലൂക്ക തൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞിലൂക്കയുടെ മോട്ടോർ സർവീസ് തൻ്റെ 100-ാം വയസ്സ് വരെ രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ എല്ലാ മാഞ്ഞൂക്കാർക്കും വേണ്ടിയും ഓടിക്കൊണ്ടേയിരുന്നു. പ്രായമേറി വരുന്തോറും മുണ്ടച്ചായൻ എന്തുകൊണ്ടോ മരണത്തെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞതുപോലെ അയൽപക്കത്തെ മുത്തശ്ശി മുറുക്കാഞ്ചലത്തിന് ചുറ്റി വരുന്ന സ്മരണകളും വെറ്റില നീരും അയവിറക്കി മരണപർവം ശ്രദ്ധാപൂർവ്വം ഉരുവിടുമ്പോൾ അപ്പച്ചിയുടെ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു ഭീതി നിറയുന്നത് ഞങ്ങൾ കാണുവാൻ കഴിയുമായിരുന്നു. തൻ്റെ ഇടവകയിൽപ്പെട്ട ആരെങ്കിലും ഞങ്ങളുടെ പ്രദേശത്ത് മരിച്ച് അവരുടെ സംസ്കാര വേളകളിൽ ഇടവക ദേവാലയത്തിൽ നിന്നും ഒറ്റയും പെട്ടയും ഇടകലർന്ന് ദേവാലയ മണിനാഥൻ മുഴങ്ങുമ്പോഴും അപ്പച്ചി എന്തെന്നില്ലാതെ മൗനിയാകുന്നത് കാണാമായിരുന്നു. രാത്രിയിൽ അന്തിയാമങ്ങളിൽ ഞാറപ്പക്ഷികൾ കരഞ്ഞ് മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വടക്കോട്ട് പറക്കുമ്പോഴും അപ്പച്ചി അസ്വസ്ഥനാകുമായിരുന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് സൂര്യശോഭ ജീവിച്ച ഞങ്ങളുടെ അപ്പച്ചി തൻ്റെ 100-ാം വയസ്സ് വരെ ഒരു കാര്യത്തിലും ഞങ്ങളുടെ വീട്ടിലാരെയും ബുദ്ധിമുട്ടിക്കുമായിരുന്നില്ല. പക്ഷെ തൻ്റെ 100-ാം വയസ്സിൽ തൻ്റെ കട്ടിലിൽ നിന്നും താഴെ വീണു. അപ്പച്ചിയുടെ ആ വീഴ്ച കുന്നൂപ്പറമ്പിൽ ആൺവീടിൻ്റെ ഒരു വീഴ്ച തന്നെയായിരുന്നു. 1 മാസത്തിലേറെ താൻ രോഗിയായി കിടന്ന ആശുപത്രിയിൽ തന്നെ കാണാൻ വരുന്നവർക്ക് പോലും ഒരു സ്വാന്തന സ്പർശമേകി അപ്പച്ചി ആരോടും പരിഭവമില്ലാതെ കിടന്നു. ആ സമയത്ത് അപ്പച്ചിയുടെ മൂത്ത കൊച്ചുമോനായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിലെ ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രായമേറെയായിട്ട് ഒരു ജോലി കിട്ടി. അന്നേരമുള്ള കേരളത്തിലെ അനേകായിരം ഹയർ സെക്കൻഡറി അധ്യാപകരെ പോലെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നുള്ള ഒരുതരം ദുരവസ്ഥയിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആർക്കും തന്നെ ശമ്പളം കിട്ടിയിരുന്നില്ല. ഇതിനിടയ്ക്ക് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ വിവാഹപ്രായവും കടന്നുപോയിരുന്നു. വീട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും നാട്ടുകാരുടെയും പരിഹാസചരങ്ങളേറ്റ് അപമാനിതനായി കുനിഞ്ഞ ശിരസ്സുമായി ഞാൻ അഭയം തേടിയിരുന്നത് എൻ്റെ എല്ലാമായ അപ്പച്ചിയുടെ അടുത്തായിരുന്നു. ഇതിനിടയ്ക്ക് അപ്പച്ചി പലപ്പോഴും എന്നോട് പറയുമായിരുന്നു: കുഞ്ഞെ, തളരരുത്, എല്ലാം കാലത്തിൻ്റെ തികവിൽ നിനക്ക് നല്ലതായി വരുമെന്ന്. ഇതിനിടയ്ക്ക് ഞാൻ അപ്പച്ചിയോട് പറയും: അപ്പച്ചി, എനിക്ക് ശമ്പളം കിട്ടാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ശമ്പളം കിട്ടിയാൽ എല്ലാ മാസവും 100 രൂപ മരുന്ന് വാങ്ങാൻ ഞാൻ അപ്പച്ചിക്ക് തരാമെന്ന്. അപ്പച്ചിയുടെ പ്രായവും രോഗങ്ങളും അനുദിനം കൂടിക്കൊണ്ടിരുന്നു. അപ്പച്ചിക്ക് മനസ്സിലായി താൻ ഏറ്റവും അധികം ഭയക്കുന്ന മരണമെന്ന പ്രതിഭാസം തന്നെ പതുക്കെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ദൂരെ എവിടെയോ ഞാറപ്പക്ഷികൾ കരഞ്ഞ് തെക്കുന്ന് വടക്കോട്ട് പോകുന്നതായും ദേവാലയ മണിനാഥങ്ങൾ ഒറ്റയും പെട്ട ഇടകലർന്ന് മുഴങ്ങുന്നതായി അപ്പച്ചിക്ക് തോന്നി. ഒരു ദിവസം അപ്പച്ചി എന്നെ വിളിച്ചിരുത്തി എന്നോട് ചോദിച്ചു: മോനെ, എൻ്റെ കുട്ടനെ നോക്കുകയില്ലെന്ന്. സങ്കടം കൊണ്ട് എനിക്ക് ഉത്തരം മുട്ടി. വാക്കുകൾ പുറത്തേക്ക് വരാതായപ്പോൾ അപ്പച്ചി തുടർന്നു: മോനെ, ഞാൻ മരിച്ചാൽ നീ എൻ്റെ കുട്ടനെ നോക്കണം. കാരണം അവൻ ഈ ഭൂമിയിൽ അനാഥനാണ്. ഞാൻ അപ്പച്ചിയോട് ചേർന്നിരുന്ന് പറഞ്ഞു: അപ്പച്ചിയുടെ കുട്ടൻ ഈ ഭൂമുഖത്ത് ഒരിക്കലും അനാഥനല്ല. കാരണം കുട്ടനെ നോക്കുവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ എന്ന്. മറുപടിയായിട്ട് അപ്പച്ചിയുടെ കണ്ണുനീർ തുള്ളികൾ എൻ്റെ കൈത്തലങ്ങളിൽ വീണു. മുകളിലേക്ക് നോക്കിയപ്പോൾ മാലാഖ വൃന്ദം എൻ്റെ അപ്പച്ചിയുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് ഞാൻ കണ്ടു. ഇതിനിടയ്ക്ക്
അപ്പച്ചിയുടെ ആരോഗ്യനില ഒന്നുകൂടെ വഷളായി. അപ്പച്ചിക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ വന്ന ഇടവ ദേവാലയത്തിൽ നിന്ന് വികാരിയച്ഛൻ വന്നു. അന്ത്യകൂദാശ കൊടുത്തു കഴിഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ മിഴിക്കോണുകളിൽ എവിടെയോ കണ്ണുനീർക്കണവും ഞാൻ കണ്ടു. മരണക്കിടക്കയിൽ രോഗിയെ സന്ദർശിക്കാമെന്ന സന്ദർശകരിൽ ആരോ പറയുന്നത് ഞാൻ കേട്ടു. മരിക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ല വൈൻ കൊടുത്താൽ രോഗിക്ക് വലിയൊരു ആശ്വാസമായിരിക്കാമെന്ന്. കൂട്ടുകാരുടെ ദയവായ്പ കൊണ്ട് വൈൻ വാങ്ങി അപ്പച്ചിക്ക് ഞാൻ നാവിൽ തൊട്ട് കൊടുത്തു. വൈൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടുള്ള നന്ദി പോലെ അപ്പച്ചിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കണങ്ങൾ ധാരധാരയെ ഒഴുകി. ഇന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലമായിട്ട് ആ കണ്ണുനീർ കളങ്ങളെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ അപ്പച്ചി മരിച്ചു. ഒരുപിടി നല്ല ഓർമ്മകളും ഒത്തിരി സ്നേഹവും എല്ലാവർക്കുമായി ബാക്കി വെച്ചുകൊണ്ട് അപ്പച്ചി ഗദ്ഗതങ്ങളുടെ തേരിലേറി എന്നേക്കുമായി ലോകത്ത് നിന്ന് യാത്രയായി. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. എനിക്ക് കിട്ടേണ്ട ശമ്പളം കുടിശ്ശിക കിട്ടി. ശമ്പളം കിട്ടിയ പാതി കിട്ടാത്ത പാതി ഞാൻ ഓടി എൻ്റെ അപ്പച്ചിയുടെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ദൈവം എന്നോട് പറയുന്നത് എനിക്ക് തോന്നി, കുഞ്ഞെ, നിൻ്റെ അപ്പച്ചി എൻ്റെ മടിയിൽ ഉറങ്ങുകയാണ്. ഒരു നീണ്ട ഉറക്കം. നീ എന്തുകൊണ്ടാണ് നിൻ്റെ അപ്പച്ചിയെ കാണാൻ നേരത്തെ വരാതിരുന്നത്? കുറ്റബോധം കൊണ്ട് എൻ്റെ ശിരസ് കുനിഞ്ഞുപോയി. അന്നേരവും ഞാൻ കേട്ടു താഴ്വരകളിൽ എവിടെയോ ദേവാലയ മണിനാദങ്ങൾ മുഴങ്ങുന്നതും ഞാറപ്പക്ഷികൾ അലറിക്കരഞ്ഞുകൊണ്ട് തെക്ക് നിന്ന് വടക്കോട്ട് പായുന്നതും. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിപ്പു. ഈറൻ മൂക്കിൽ മാനത്തൊരു ഇന്ദ്രധനുസ് എന്ന പോലെ.